എനിക്ക് ചെയ്യാൻ പറ്റിയ ആരോർത്താലും ഓർത്തില്ലെങ്കിലും ഏറ്റവും വലിയ സമർപ്പണമാണത്. അധികം താമസിയാതെ മൂവാറ്റുപുഴ പട്ടണം കത്തി എരിയാൻ പോവുക. ആര് പറഞ്ഞു പോലീസില്ലെന്ന്? ഇവിടെ പോലീസുണ്ട്, പട്ടാളമുണ്ട്, തോക്കുണ്ട്, ലാത്തിയുണ്ട്. ആവശ്യം വന്നാൽ അടിച്ചമർത്തും. നിങ്ങൾ പറയണം, ഇവിടെ തീരുമാനമെടുക്കണം. തയ്യാറുണ്ടോ? അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മത്തായി സാറ് മൂവാറ്റുപുഴയുടെ ഒരു മുത്ത് നീ പുതിയ പിള്ളേരൊക്കെ പറയുന്ന മാതിരി പറയാം. സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏട് നമ്മൾ ഇതുവരെ സംസാരിച്ചില്ല. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ സാറിനെ ഓർക്കുന്നത് ഈ 1990 ഈ കാട്ടൂർ അലി മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാപസാധ്യത, ആ തീ അണയ്ക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിലാണ്. ആ അനുഭവം ഒന്ന് പുതിയ തലമുറയ്ക്ക് വേണ്ടി, ഇവിടെ അങ്ങനെ ഒരു വെടിവെപ്പ് നടന്ന അങ്ങനെ ഒരു സംഭവം മൂവാറ്റുപുഴയിൽ ഉണ്ടായി എന്ന് പോലും ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്നൊരു സംശയമുണ്ട്. അതൊന്ന് ഓർത്തെടുക്കാമോ? അത് പറയുമ്പോൾ അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആമുഖമുണ്ട്. വെടിവെപ്പിൻ്റെതല്ല, ഈ സംഗതിയെ കൂട്ടിച്ചേർക്കേണ്ട രണ്ട് സംഭവങ്ങൾ പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. ദൈവവിശ്വാസിയാന്ന് ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, ഒരു ദൈവനിയോഗം പോലെ 3 ഘട്ടങ്ങളിൽ എനിക്കാണത് കൈകാര്യം ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടായത്. ഒന്നിപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ നിർമ്മല കോളേജ് ക്യാമ്പസിനകത്ത് നമസ്കാരത്തിന് മുറി വേണം എന്നാവശ്യപ്പെട്ടൊരു സംഭവം ഉണ്ടായി. അത് പെട്ടെന്ന് കേരളമാകെ വളർന്നേക്കൊന്ന് ഭയപ്പെടുത്തിയൊരു സംഭവമാണ് ഒന്ന്. അതിന് തൊട്ട് മുമ്പാണ് ജോസഫ് സാറിൻ്റെ കൈവെട്ട് കേസ് 2010. ഈ 3 ഘട്ടങ്ങളിലും നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി രംഗത്തിറങ്ങാൻ ചെറിയവനായ എനിക്ക് വലിയ അവസരം കിട്ടി. കാട്ടൂർ സംഭവം നടക്കുന്നത് മദ്രസയിൽ അല്ലെങ്കിൽ പള്ളിയിൽ ഉറങ്ങിക്കിടന്ന മൗലവി കൊല്ലപ്പെട്ടതാണ് കാട്ടൂരിൽ. ഞാൻ രാവിലെ അന്ന് ഞാൻ പെരുമ്പാവൂരാണെന്നാണ് എൻ്റെ ഓർമ്മ, പെരുമ്പാവൂരാണ്. അപ്പോൾ ഈ ഫയലുകളൊക്കെ കൊണ്ടു നടക്കാൻ ഒരു പെട്ടിയൊക്കെ സ്ഥിരം ഉണ്ടാകും. അത് പെട്ടിയുമായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുക. അങ്ങനെ ഞാൻ രാവിലെ പോകുമ്പോൾ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലൂടെ അന്ന് നടന്നത്. ക്രോസ് കട്ടുണ്ട്. അതുകൂടാതെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലൂടെ നടക്കുമ്പോൾ ദൂരെ നിന്നൊരു ആരവം കേട്ടു. ആ ആരവത്തിൽ ബോലോ തക്ബീർ എന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ തെരുവിലിങ്ങനെ ബോലോ തക്ബീർ എന്നുള്ള ചിന്ത വന്നു. തലേന്ന് ഇവിടെ ഒരു വെടിവെപ്പുണ്ടായി. ഈ കാട്ടൂരുണ്ടായ സംഭവത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിങ്ങളൊരു ജാഥയ്ക്ക് തയ്യാറായി. അത് കിഴക്കേ ഭാഗത്ത്, മാർക്കറ്റ് ഭാഗത്ത് സംഘടിച്ച് അവിടെ വന്ന് പ്രതിഷേധ ജാഥ. സെയിം ടൈം മറ്റൊരു ഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ BOCയുടെ അവിടെ ഒരു ധർണ മാതിരി നടക്കുന്നുണ്ട്, ഒരു സത്യാഗ്രഹം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അപകടകരമായൊരവസ്ഥ ഉണ്ടാക്കുമെന്നൊരു ഭീതി ഉണ്ടായി. അത് കടന്നു പോകുമ്പോൾ കല്ലേറുണ്ടായെന്ന് പറയപ്പെടുന്നു. പോലീസ് ഫയർ ചെയ്തു. അപ്പോൾ ഒരാളുടെ ജനം കുറേ പിരിഞ്ഞു. കല്ലേറ് പോലീസിനെതിരെയാണ് ഉണ്ടായത് എന്നാണ് വന്ന ഒരു വേർഷൻ. അതിൻ്റെ യഥാർത്ഥത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. സത്യം എൻ്റെ മുന്നിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു കമൻറ്റിൽ വരുന്നത് ശരിയല്ല. ഇതാണ് ഏതായാലും ഒരു കല്ല് വന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. അപ്പോൾ വെടിവെപ്പ് ഉണ്ടായി. വെടിവെപ്പ് ഒരു പയ്യൻ്റെ കാലിലാണ് കൊണ്ടത്, രക്തമൊലിപ്പിച്ച് പിന്നെ അവിടെ ചില ആശുപത്രിയിൽ പോയി. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണമാണ് പിറ്റേന്ന് രാവിലെ ഈ പ്രകടനം. ഞാൻ മുമ്പോട്ട് നടന്ന് നോക്കുമ്പോൾ നമ്മുടെ പഴയ മൃഗാശുപത്രി എന്ന് പറയും, അവിടെ ഇപ്പോൾ എന്താ സ്ഥാപനം എന്ന് എനിക്ക് ഇപ്പോൾ പമ്പല്ലേ, പമ്പ് അവിടെയാണ്. ഗ്രാൻഡ് മാളിൻ്റെയൊക്കെ കുറച്ച് ഇപ്പറയായിട്ട് പമ്പ്, അവിടം വരെ എത്തി. അപ്പോൾ ഇവർ കൊച്ചു കുത്തുബോർഡൊക്കെ ഇരിക്കുന്നുണ്ട് ചില കടകളുടെ, അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞും വെള്ളം ഉണ്ടാക്കി ഇങ്ങനെ വരിക. അപ്പോൾ എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് എന്താവശ്യം, പ്രതിഷേധം എന്ന് പറയുന്ന നശീകരണമാകരുതല്ലോ. അപ്പോൾ എന്ത് വഴിയെന്ന് ഞാൻ ആലോചിച്ചു. ഞാനിവിടെ നഗരത്തിലെ ചുമതലക്കാരനൊന്നുമല്ല, പക്ഷേ എന്നിലെ സാമൂഹ്യ ബോധം പിന്നെ മതസൗഹാർദ്ദയുടെ ഒരു വികാരം എല്ലാ കാലത്തും ഉണ്ട്, അറിവ് വച്ച കാലം മുതലുണ്ട്. അത് മരണം വരെ തുടരണം എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഉടൻ ഞാൻ തൊട്ടടുത്ത് അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, പേട്ടയിലെ മൊഹീദ്ദീൻ ജുമാ മസ്ജിദ്. ഞാൻ അവിടുത്തെ ഇമാമിനെ ചെന്ന് കണ്ടു. എന്നിട്ട് അവിടെ ഫോണുണ്ട്, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. അവിടെ വന്നുകൊണ്ട് ഞാൻ കിഴക്കേ മസ്ജിദ്, അതായത് മാർക്കറ്റ് ഏരിയയിലുള്ള സെൻട്രൽ മസ്ജിദിൻ്റെ ഇമാമിനെ വിളിച്ചു. ഇത് നമ്മൾ തടയണം, ഇപ്പം തന്നെ തടയണം, ഇത് വെച്ചുകൊണ്ടിരിക്കാനൊക്കെ ഇല്ല. നിങ്ങൾ 2 സ്ഥലത്തെയും ബന്ധമുള്ള ആളുകളുമായി വിളിച്ച്, രണ്ടിടത്തും പറഞ്ഞു, ഞാൻ ബന്ധപ്പെട്ടവരെ വിളിച്ച് ഇവിടെ വെച്ച് പ്രകടനം നിർത്തിവെക്കാൻ പറയണം, ഇനി ഒറ്റയടി മുമ്പോട്ട് പോകരുത്, ഇത് അവസാനിപ്പിക്കണം പെടണമെന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. വേഗം തന്നെ ഓഫീസിൽ പോയില്ല, നേരെ വീട്ടിൽ വന്നു. അവിടെ നിന്ന് എനിക്ക് ബന്ധമുള്ള ചില നമ്പറുകൾ എടുത്തു വെച്ച് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ആളുകളുമായിട്ട്. അത് മുൻ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ KR സദാശിവൻ നായർ, അദ്ദേഹം ഇന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രംഗത്ത് നമുക്ക് അവതരിപ്പിക്കാൻ പോകുന്ന
മൂവാറ്റുപുഴയെ സ്നേഹിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഉം. ഞാനുമായി നല്ല ഹൃദയബന്ധമുള്ള ആൾ. ഉം. ഞാൻ ജൂനിയറാണെങ്കിലും ഓ. എനിക്ക് അംഗീകാരം തന്നിരുന്ന ഒരു ഓ. വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു. ഉം. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ, സാറേ ടൗണിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു, നമ്മളെന്ത് ചെയ്യാനാ ലത്തീഫേ, അങ്ങനത്തെ ഒരു ബഹളം നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറ്റും സാറേ, നമ്മൾ രംഗത്തിറങ്ങണം. ഈ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ മുമ്പ് നമ്മൾ എന്ത് രംഗത്തിറങ്ങാൻ? നമ്മൾ രംഗത്ത് അവർ 50 പേരുണ്ടെങ്കിൽ 500 പേരുണ്ടെങ്കിൽ നമുക്ക് 50 പേർക്ക് ഇറങ്ങാൻ പാടില്ലേ? അപ്പോൾ ആരുണ്ട് ഇപ്പോൾ ഇവിടെ ഇതിനിറങ്ങാൻ? സാറും ഞാനും രണ്ടായില്ലേ? നമ്മൾ ഈ 2 പേരെ വിളിക്കുമ്പോൾ 4 പേരാകുമല്ലോ. ഞാൻ സാറിന് ഉപദേശിക്കാൻ പറ്റിയ ആളല്ല, പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം ഞാൻ പറയുക. നമ്മൾ 2 പേരും വരും, നമ്മൾ ഈ 2 പേരെ വിളിക്കുമ്പോൾ 4 ആയി. പിന്നെ കിഴക്കേക്കരയ്ക്കാണെങ്കിൽ അവിടെ എങ്ങനെയും അമ്മി സാറുണ്ട്, പിന്നെ ബഷീർ അവിടെയുണ്ട്, ടൗണിലുള്ള നമ്മുടെ ആളുകളെ വിളിച്ചു കൂട്ടണം. അങ്ങനെ നമ്മൾ 25 പേരോട് സംസാരിച്ച് കഴിഞ്ഞാൽ 100 പേരായില്ലേ സാറേ? നമ്മൾ രംഗത്തിറങ്ങണം. ലത്തീഫ് ഫോൺ വയ്ക്ക്, ഞാൻ ഇസ്മായിലുമായിട്ടും സംസാരിക്കട്ടെ എന്ന് പറയും. ഇസ്മായിൽ എന്ന് പറയുന്നത് മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് PM ഇസ്മായിൽ. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ് മുനിസിപ്പാലിറ്റിയിലും കേരളത്തിലും. അവരുടെ ആഭ്യന്തരമന്ത്രിയാണ്. വെടിവെപ്പ് നടന്നിരിക്കുകയാണല്ലോ. 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സാറിനെ വിളിച്ചു, 11 മണിക്ക് മുനിസിപ്പാലിറ്റി വരണം, സമാധാന യോഗത്തിന് തീരുമാനമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമൂഹത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റിയ, ആരെ ഓർത്താലും ഓർത്തില്ലെങ്കിലും ഏറ്റവും വലിയ സമർപ്പണമാണത്. അത് ഞാൻ മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ, അതും അടുത്ത കൈവിട്ട് കേസിലും അടുത്ത നമസ്കാരമുരുടെ കേസിലും. അതൊക്കെ വലിയവർക്ക് വന്നു കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. പേരെടുത്ത ആൾക്കുള്ള പേരാ അത്. ഈ പേരില്ലാത്തവൻ്റെ അല്ല, ഒരാൾ പ്രവർത്തി കൊണ്ട് കൂടിയാണല്ലോ. അതെ. 11 മണിക്കുള്ള യോഗത്തിന് ഞാൻ അവിടെ പോയി. അപ്പോൾ നമ്മുടെ മുനിസിപ്പൽ ഹാള് നിറഞ്ഞു നിൽക്കുക, എല്ലാ വിഭാഗവും ഉണ്ട്. പക്ഷേ ഒരു സ്പർദ്ധയുടെ അന്തരീക്ഷം അവിടെ വ്യക്തമാണ്. ഹിന്ദു മഹാസഭ, മുസ്ലിങ്ങൾ, പള്ളി മേധാവികൾ, ഒരു ബിഷപ്പുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ, എൻ്റെ ഒരു ഓർമ്മയാണ്, കൃത്യം പറയാൻ കഴിയുന്നില്ല. പിന്നെ ക്ഷേത്ര സംരക്ഷണ സമിതി, ഇങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. ആ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇതെല്ലാമാണ് ചർച്ച. ഒന്ന്, സെൻട്രൽ മസ്ജിദിൻ്റെ അവിടെ നിന്ന് ബാങ്ക് വിളിച്ച് മുസ്ലിങ്ങളെ വിളിച്ചു കൂട്ടി. ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ നെടുഞ്ചാലി കടവിൽ കുളിക്കാൻ പോയ മുസ്ലിം പെൺകുട്ടികളെ പൊട്ട് തൊടിയിച്ച് വിട്ടു. മറ്റൊന്ന്, തിരുവനന്തപുരം ഭാഗത്തേക്ക് ടൂറ് പോയ വിദ്യാർത്ഥികളുടെ താഴെ ഇറക്കി അമുസ്ലിങ്ങളായ കുട്ടികളെ തട്ടമിടിച്ചു. വളരെ പെട്ടെന്ന് കാട്ടുതീ പോലെ മൂവാറ്റുപുഴ പടർന്ന വാർത്തകളാണ്. അതിനെ ചൊല്ലിയാണ് അവിടെ തർക്കം. അപ്പോൾ അതിനിടെ ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണല്ലോ, ആ വിഭാഗത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ വെടിവെപ്പ് ഉണ്ടാകാനുള്ള അത് ആരോ ഉത്തരവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെൻറ് മുഖം മോശമാക്കുന്നൊരു കാര്യമാണല്ലോ വെടിവെപ്പ്. അതിനെക്കുറിച്ച് തർക്കം മണിക്കൂറുകൾ കടന്നു പോവുക. എന്നെ അവതരിപ്പിക്കാനല്ല ഞാൻ ഇത് പറയുന്നത്, പക്ഷേ എനിക്കിവിടെ എന്നെ അവതരിപ്പിക്കാതെ ഈ കാര്യം പൂർത്തീകരിക്കാൻ കഴിയില്ല. പ്രമുഖരായ ആളുകളൊക്കെ സംസാരിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് കുറ്റമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് എല്ലാം വരികയാണ്. അപ്പോൾ DYSPയും സബ് കളക്ടറും അവരുടെ എക്സ്പ്ലനേഷൻ, സബ് കളക്ടറുടെ എക്സ്പ്ലനേഷൻ, ഞാൻ ആന്ധ്രയിലുള്ള ആളാണ്, ആന്ധ്രക്കാരനായിട്ടാണ് എനിക്ക് തോന്നുന്നു, ആന്ധ്രയാണെന്ന് തോന്നുന്നു, അതോ അതല്ലെങ്കിൽ അങ്ങേ ഭാഗത്തേക്കുള്ള അതർ ദാൻ കേരള സംസ്ഥാനമാണ്, ആന്ധ്ര എന്ന് എൻ്റെ ഓർമ്മ. അപ്പം നിങ്ങൾക്കറിയുമോ, ഞാൻ സബ് കളക്ടറാണെങ്കിലും എനിക്ക് ഒരു എസ്കോട്ടില്ല, അതില്ലാതെ ഞാനെങ്ങനെ അവിടെ പോകും? ഒരു എസ്കോട്ടില്ല, പോലീസൊന്നും എസ്കോട്ടൊന്നുമില്ല, ഞാനെങ്ങനെ പോയി കലാപം നടക്കാൻ പോകുന്ന സ്ഥലത്ത്? അയാൾ IAS കാരനായിരിക്കാൻ സത്യത യോഗ്യനല്ല, പേരൊക്കെ വിട്ടുപോയി. DYSP പറഞ്ഞിടത്ത് വല്ലാതെ വികാരം കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലേക്കാണ് ഈ വർത്തമാനം വരുന്നത്. തലേന്ന് വെടിവെപ്പ് നടന്നിട്ട് DYSP പറഞ്ഞത്, ഈ വെടിവെക്കാൻ പരിശീലനം കിട്ടിയ ആളുകളുണ്ടോ എന്ന് ഇവിടെ ചോദിച്ചു, ആരാ ഉത്തരവ് കൊടുത്തതെന്നൊക്കെ. എനിക്ക് വേറെ മാർഗ്ഗങ്ങളുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നല്ല, അടുത്ത കോട്ടയത്തോ എറണാകുളത്തോ ഒന്നും പരിശീലനം കിട്ടിയ പോലീസുകാരില്ല. എനിക്ക് ആ സാഹചര്യത്തിൽ ഞാനങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് വന്ന് ഇവിടെയില്ല, കോട്ടയത്തില്ല, എറണാകുളത്തും ഇല്ല പരിശീലനം കിട്ടിയ പോലീസുകാരെന്നാണ് പുള്ളി പറയുന്നത്. അന്നത്തെ മിനിറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ മിനിറ്റ്സ് ഉണ്ടാവില്ല, എന്നാൽ പോലും ഞാൻ പറയാം, ആരെങ്കിലും പഴയ ആൾക്കാർ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അതാണ്. അങ്ങനെ മീറ്റിംഗ് എങ്ങും എത്തുന്നില്ല ഒരു തീരുമാനത്തിൽ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, നമ്മളുടെ യോഗം തുടങ്ങിയിട്ട് 2.5 മണിക്കൂറായി, 1.5 മണിയായി, ഇതുവരെ യഥാർത്ഥ പോയിന്റിലേക്ക് വന്നിട്ടില്ല. മൂവാറ്റുപുഴയിൽ ഇന്ന കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ആ ചർച്ച പുറത്ത്
ചിന്താശക്തിയില്ലാത്ത, ആലോചനാശേഷിയില്ലാത്ത, സൗഹാർദ്ദ മനോഭാവമില്ലാത്ത ആളുകളുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്താലുണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അധികം താമസിയാതെ മൂവാറ്റുപുഴ പട്ടണം കത്തി എരിയാൻ പോവുക. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നത് ഇതിൻ്റെ കുറ്റക്കാരൻ പോലീസാണോ അല്ല സബ് കളക്ടറാണോ മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ എന്ന് ആലോചിക്കുക. ഒരു നിമിഷം പോലും നമുക്ക് ബാക്കിയില്ല. ഇവിടെ സബ് കളക്ടർ പറഞ്ഞു അദ്ദേഹത്തിന് പോകാൻ പോലീസുകാർ കൂടെ ഇല്ല എന്ന്. എന്നിട്ട് ഈ സബ് കളക്ടർക്ക് മലയാളം മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയുക, ഇറ്റ് ഈസ് ഷെയിംഫുൾ മിസ്റ്റർ സബ് കളക്ടർ, നിങ്ങളൊരു റയറ്റ് നടക്കാൻ സാധ്യതയുള്ളിടത്ത് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ DYSP പറഞ്ഞു പരിശീലനം കിട്ടിയ പോലീസുകാർ ഇടുക്കിയിൽ എറണാകുളത്തൊന്നും ഇല്ല എന്നുള്ളത്. ആര് പറഞ്ഞു പോലീസില്ലെന്ന്? ഞാൻ ചോദിക്കുക DYSPയോട്, ആര് പറഞ്ഞു പോലീസില്ലെന്ന്? ഇവിടെ പോലീസുണ്ട്, പട്ടാളമുണ്ട്, തോക്കുണ്ട്, ലാത്തിയുണ്ട്. ആവശ്യം വന്നാൽ അടിച്ചമർത്തും. നിങ്ങൾ പറയണം, ഇവിടെ തീരുമാനമെടുക്കണം. തയ്യാറുണ്ടോ? വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. നമ്മളാരും 2.5 മണിക്കൂറായി പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ഈ നിമിഷം സമാധാന ജാഥയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ജനങ്ങളോട് അഭ്യർത്ഥിക്കണം സമാധാനം പാലിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കച്ചേരിത്താഴത്ത് വന്നു. അവിടെ നിന്ന് പിന്നെ ഒരു ജനപ്രവാഹമായിട്ട് മാറി. ഈ പാതിരിമാർ, ബിഷപ്പന്മാർ, മൗലവിമാർ, താടി വെച്ച തൊപ്പി വെച്ച മൗലവിമാർ, കുരിശ് തൂക്കിയിട്ട ബിഷപ്പന്മാർ, സ്വാമിമാർ, അവിടെ ഇവിടെ നിന്നൊക്കെ 1-2 സ്വാമിമാർ. ഇതിങ്ങനെ ഒരു പ്രവാഹമായിരുന്നു, ജനങ്ങൾ പുറകെ. ഞങ്ങൾ പാലം കടന്ന് വന്ന് നെടുഞ്ചാൽ ആ ഭാഗത്തേക്ക്, അതായത് ടൗൺ ഹാളിൻ്റെ ഭാഗത്തുനിന്ന് മേളയുടെ സൈഡിലൂടെ കടന്നുപോയി അശോകൻ്റെ ആശുപത്രിയുടെ മുമ്പിലേക്ക് കടന്നു വരിക. അവിടെ ഒരു പോലീസ് ജീപ്പ് മൈക്ക് കെട്ടിയെത്തി. ഇതിന് അനൗൺസ്മെൻറ്റ് വാഹനം ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇസ്മയിലും സദാശിവൻ സാറും കൂടെ ആലോചിച്ചു. എന്നോട് പറഞ്ഞു ലത്തീഫ് മൈക്ക് കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. മൈക്കെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് ജീപ്പിലെ മൈക്ക് ഞാൻ എടുക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ മതമൈത്രി ജൈത്രയാത്ര, സമാധാന യാത്ര, ഇങ്ങനെ വലിയ വിശേഷങ്ങളോട്. അപ്പോൾ ഞാനിത് പറഞ്ഞാൽ പോകുന്നത്. തലപ്പാവും താടിയുമായുള്ള മുസ്ലിം സഹോദരൻ മൗലവിമാരും പുരോഹിതരും, പിന്നെ കാഷായ വസ്ത്രധാരികളും കൊന്തയും കുരിശുമായി ഇങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ പോവുക. നമ്മുടെ മാർക്കറ്റ് ഭാഗത്തെത്തിയപ്പോൾ കുറേ ആളുകൾ ജാഥ തടഞ്ഞു. ഒരു വലിയ ഗേഡർ വലിച്ചിട്ടു. നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുമാരുള്ള ഒരു വലിയ സാധനം വട്ടം വലിച്ചിട്ടു. അപ്പോൾ ഞാൻ നിൽക്കണമല്ലോ. ഡോക്ടർ AVS MLA എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ജീപ്പിലുണ്ട്. ചെറിയ മഴയുണ്ട്. ഗോപി കോട്ടമുറിക്കൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഗോപിയൊക്കെ മഴ നനഞ്ഞ, ഗോപിയൊക്കെ മഴ നനഞ്ഞ്, പൊടിമഴയുണ്ട്, നനഞ്ഞിങ്ങനെ. മഴ വന്നപ്പോൾ ഐസക് സാറ് ഉള്ളിലേക്ക് വന്നതാണ്. അപ്പോൾ കടത്തി വിടില്ല എന്ന് പറഞ്ഞു. സമാധാനവും വേണ്ട, വേണ്ട. അപ്പോൾ എന്താണ് പ്രശ്നം നിങ്ങൾ പറ. സമാധാനം ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. ഞാനാണ് പുറത്തിരിക്കുന്നതെന്നുള്ളതുകൊണ്ട് ഉൾ സീറ്റിലാണ് MLA ഇരിക്കുന്നത്, ഞാൻ പുറത്തെ സീറ്റ് എൻ്റെ അടുത്തേക്കാണ് വന്നത്. അപ്പോൾ അങ്ങനെ കാര്യം പറയാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് രാവിലെ 2-3 പാവപ്പെട്ട പിള്ളേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവരെ തിരിച്ച് കിട്ടാതെ ഈ ജാഥ ഒരു അടി മുമ്പോട്ട് പോകാനൊക്കില്ല. ബോലോ തക്ബീറാണ്, മുസ്ലിം സഹോദരങ്ങളാണ്. അപ്പോൾ ഞാൻ 2 മിനിറ്റോ 3 മിനിറ്റോ അത്രയേ ഉള്ളൂ. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്ന തുടക്കത്തിൽ ഒരു 3-4 വാചകങ്ങൾ സംസാരിച്ചു. എന്നിട്ട് ഐസക് സാറിൻ്റെ കയ്യിലേക്ക് കൈ പിടിച്ചു. ഇതൊന്നും ആരും അറിയാത്ത കാര്യങ്ങളാണ്, പുറത്തേക്ക് വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ സമാധാനമാണ് ആവശ്യം. ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പേരെയും 3/4 മണിക്കൂറിനകം ഇതേ സ്ഥാനത്തേക്ക് മടക്കി എത്തിക്കുമെന്ന് മൂവാറ്റുപുഴ പോലീസിന് വേണ്ടി വാക്ക് തരുന്നു. ഒരു വല്ലാത്ത ഒരിതാണ്. എനിക്കെന്താ അവകാശം, എന്താ അധികാരമൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ മൈക്കിലൂടെ അത് പുറത്തേക്ക് വന്നു. ഐസക് സാറിൻ്റെ കയ്യിൽ ഞാനിങ്ങനെ പിടിച്ചു. സാറേ അതൊരു അനുവാദം ചോദിക്കലിന് തുല്യമാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ബഹുമാനായ ഇമാം കാഞ്ഞാർ മൗലവി സംസാരിക്കും. മൈക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത് ഒരു വാഗ്മിയായിരുന്നു, മരണപ്പെട്ടു പോയി. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഓർക്കുക. എൻ്റെ ഒരു പിൽക്കാലത്ത് അടുത്ത ഒരു ആത്മീയ രംഗത്തെ അടുത്ത ഒരാളായിരുന്നു. ഹൃദയാഘാതത്തിൽ മരണപ്പെട്ടു പോയി. 2 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം 5 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. മൈക്ക് തിരിച്ച് മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ
ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ബീഡി വലിക്കുന്നുണ്ടെങ്കിൽ ആ ബീഡിയുടെ ഇല തയ്യാറാക്കിയത് ഒരു ഹിന്ദു ആയിരിക്കും വടക്കേ ഇന്ത്യയിൽ നിന്ന്. ഇവിടെ അതിന് സുക്ക ചേർത്തെടുത്തത് ചുരുട്ടിയെടുത്തത് ക്രിസ്ത്യാനിയായിരിക്കും. അതിന് നൂല് കെട്ടിയതൊരു മുസൽമാനാണ്. ഈ മേഖല കാവുങ്കര പട്ടണം നാം എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണ്. ഇത് നമ്മുടേതാണ് ഈ നാട്, കടന്നു പോകാൻ വഴിയൊരുക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു. അടുത്ത ബോലത്തൊക്കെ പേര് വന്നു. വികാരപരമായ രംഗങ്ങളാണ് കേട്ടോ. അടുത്ത ബോലത്തൊക്കെ പേര് വന്ന് അവർ തന്നെ കേട്ടെടുത്ത് മാറ്റി തന്നു. കക്കടാശ്ശേരി വരെ പോയി തിരിച്ച് വന്ന് നമ്മൾ തൃക്കളത്തൂർ പോയി മടങ്ങി വന്ന് കച്ചേരിത്താഴത്താണത് അവസാനിച്ചത്. അത് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഏടാണ്. ഇനി അടുത്ത രണ്ടും കൂടെ ആണ് ചുരുക്കി പറയുക, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മത്തായി സാറ് മൂവാറ്റുപുഴയുടെ ഒരു മുത്ത് നീ പുതിയ പിള്ളേരൊക്കെ പറയുന്ന മാതിരി പറയാം. മൂവാറ്റുപുഴയുടെ സാംസ്കാരിക രംഗത്ത് മത്തായി സാർ ഒരു വിലമതിക്കാനാവാത്തൊരു വ്യക്തിത്വമാണ്. നമുക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇതാരെയും വലിപ്പപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്നില്ല, വലിപ്പമുള്ളവരാണ്, പക്ഷേ മൂവാറ്റുപുഴ അറിയുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, ലത്തീഫെ കാര്യങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ സാറേ ബസ്സിലാണ്, അപ്പോൾ സ്റ്റോപ്പുകളിൽ വരുമ്പോൾ കടകളിലെ ടി വിയിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എങ്ങോട്ടാ യാത്ര? അതിനെ മണ്ടപ്പറമ്പ്. എന്നാൽ ഉടനെ തന്നെ മടങ്ങി വന്നോന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഞങ്ങളൊക്കെ ആരാന്ന്. ഈ ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോഴാണല്ലോ അറിയുള്ളൂ, അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അത് അറിയില്ലല്ലോ. ലത്തീഫ് മടങ്ങി വാ. അല്ല സാറേ ഞാൻ ഈ അടുത്തെത്താറായി, അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടിങ്ങ് വരാം. ഉടനെ വരുമോ എന്ന് ചോദിച്ചു. ഉടനെ വരും എന്ന് പറഞ്ഞു. ആ ചേട്ടൻ്റെ വീട് എത്താറായി. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി, കുട്ടികൾ കൂടെ ഉണ്ട്, വൈഫും, അവരവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ അടുത്ത ബസ്സിന് തിരിച്ചു വന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ വന്ന് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ മജീദിനെ വിളിച്ചു, മഹല്ലുകളുമായി ഒക്കെ ബന്ധപ്പെട്ടു. അങ്ങനെ തുടങ്ങിയ ആ തുടക്കമാണ് പിന്നീട് കോതമംഗലം രൂപത ബിഷപ്പും ഒക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള അതിന് ഡയലോഗ്, ക്രിസ്ത്യൻ മുസ്ലിം ഡയലോഗ് നമ്മൾ അവിടെ പത്രക്കാരും ചാനലുകാരും എല്ലാം വന്ന് അവിടെ വെച്ച് ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഡയലോഗ് ബിഷപ്പും പിന്നെ 2 പള്ളികളുടെ ഇമാമുമാരും എല്ലാം കൂടെ ചേർന്ന് അതിനെ മുൻകൈ എടുക്കാൻ പറ്റിയ തുടക്കം കുറിച്ച് അതിൽ ഞാനും KM അബ്ദുൽ മജീദുമാണ് അതിൻ്റെ ചരട് വലിച്ചത്, നീക്കിയതെല്ലാം. അത് ഈ തരത്തിലൊരു സമാപനത്തിലേക്ക് ഇത് വരാനിടയായി. സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ വന്നു. പിന്നീടുള്ള കേസും കാര്യങ്ങളൊക്കെ ആണല്ലോ, അത് കോടതി കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യമാണ് നിർമ്മല കോളേജിലെ ഈ പ്രശ്നം. അതും ഇതേപോലെ തന്നെ മത്തായി സാർ എന്നെ വിളിച്ചു. ലത്തീഫ് നിർമ്മലയിലെ പ്രശ്നം അറിഞ്ഞായിരുന്നോ? പറഞ്ഞു, സാറേ അറിഞ്ഞു. അല്ല അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നും തോന്നിയില്ലേ? അല്ല സാർ നമ്മളിപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാനാണ് സാർ? അങ്ങനെയല്ലല്ലോ, ലത്തീഫൊക്കെ അല്ലേ മുൻകൈ എടുക്കേണ്ടത്. നിങ്ങളങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നിങ്ങൾ രംഗത്ത് വരണം എന്ന് പറഞ്ഞു. പരിഹാരം ഉണ്ടാവണം, അത് മുമ്പോട്ട് പോകാൻ അനുവദിക്കരുത്. അത് ലത്തീഫിൻ്റെ ചുമതലപ്പെട്ടതല്ലേ എന്നുള്ള മട്ട ആ ഒരു വാചകമാണ് സാർ ഉപയോഗിച്ചത്. അതായത് യു കാൺ ഗോ ബാക്ക്, വിഡ്രോ ചെയ്ത് പോരുത്, അതിൽ ചുമതലപ്പെട്ടാണ്. നിങ്ങളൊക്കെ അല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി സാറേ ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ മജീദാണ് അത്തരം കാര്യങ്ങളിൽ എനിക്കൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഇതൊക്കെ മജീദിനെ ഒരു കൂട്ട്. ഞാൻ ഉടനെ മജീദിനെ വിളിച്ചു. അപ്പോൾ മജീദ് കടുത്ത പനിയാണ്, സാധിക്കില്ല. പിന്നെ ഇവിടെ 2 മഹല്ലുകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായുള്ളത്. ഒന്ന് നമ്മുടെ കാവുങ്കര ഭാഗത്തുള്ള സെൻട്രൽ മസ്ജിദ്, ഒന്ന് പേട്ട ഭാഗത്തുള്ള മുഹീദ്ദീൻ മസ്ജിദ്. അത് 2 ധാരകളാണ്. ഞാൻ ഈ 2 പള്ളികളിലെയും പ്രസിഡന്റുമാരെ വിളിച്ചു. ഒന്ന് PVM നമ്മുടെ സലാമാണ്, ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. ഇപ്പുറത്ത് സെയ്ദ് മുഹമ്മദ് എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. കാര്യങ്ങൾ മനസ്സിലാകുന്ന നേതൃത്വമാണ് 2 മഹല്ലുകൾക്കും ഉള്ളത്. 2 ഇമാമുമാരെയും വിളിച്ചു. 4 പേര് ഇന്ന സാഹചര്യം ഇന്നതാണ്, അപ്പോൾ സഹകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാലത്ത് നമുക്ക് ഒന്ന് ഒരുമിച്ചിരിക്കേണ്ട നമുക്ക് നിർമ്മല കോളേജിലേക്ക് പോയാൽ മതിയല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഫാദർ പുത്തൻകുളത്തെ വിളിച്ചു. എനിക്ക് പുത്തൻകുളവുമായിട്ട് നല്ല അടുപ്പം ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു, അദ്ദേഹം അത് അംഗീകരിക്കും. ഫാദർ പുത്തൻകുളം സാംസ്കാരിക രംഗത്തൊക്കെ നമുക്ക് മാറ്റുവഴി കിട്ടാവുന്ന ഒരു നല്ല
മാന്യദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രിൻസിപ്പലുമായിട്ട് സംസാരിക്കാൻ അവസരം തരണം. എനിക്ക് നേരിട്ടധികം ബന്ധമില്ല, എന്നെ PS ലത്തീഫിനെ അദ്ദേഹം അറിയുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ നിർമ്മല കോളേജ് പ്രിൻസിപ്പലുമായി ബന്ധപ്പെട്ടു. നാളെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം വേണം, ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിന് മത്തായി സാറ്, അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മത്തായി സാറ് പ്രിൻസിപ്പലുമൊക്കെ ആയിട്ട് ഇടപെട്ടു. അവിടെയൊക്കെ ഞാൻ പടച്ചവനെയാണ് പുകഴ്ത്തുന്നത്, സ്തുതിക്കുന്നത്. കാരണം അവരങ്ങനെയല്ല ഒരു ഈ രാഷ്ട്രീയക്കാരുടെ മാതിരിയൊക്കെ വലുപ്പച്ചെറുപ്പത്തിൻ്റെ ഒരു സ്വഭാവം എടുത്തിരുന്നുവെങ്കിൽ ആ ഒരു സമാധാന സന്ദേശമായിട്ട് അവിടെ പോകണ്ടാവില്ല. അതായത് അത് സംഭവിച്ചു. ഞങ്ങൾ പോയി. പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കിയത് കത്തോലിക്ക സഭയുടെ പ്രധാനികൾ അവിടെ യോഗം കൂടുന്നുണ്ടായിരുന്നു. അതിൽ വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നാൽ നമ്മളെ സ്വീകരിക്കരുതെന്ന് പറയാൻ പോലും അകത്താളുണ്ടായിരുന്നു. അപ്പോൾ ചില പ്രസ്ഥാനങ്ങളൊക്കെ അതിനകത്തും വളർന്നു വരുന്നുണ്ടല്ലോ. പക്ഷേ എന്താണെങ്കിലും വളരെ നല്ല രീതിയിൽ ഇത് ഗംഭീരമായി കലാശിച്ചു. നമുക്ക് സ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളും ചാനലുകളൊക്കെ കവർ ചെയ്തല്ലോ, പലയിടത്ത് നമുക്ക് വിളിയൊക്കെ വന്നു. ഉന്നതരും സാധാരണക്കാരും ഒക്കെ വിളിച്ചു. കാരണം അതൊരു വലിയ സംഭാവനയാണ്, കേരളം ഒട്ടുക്ക് പ്രശ്നമാകുമായിരുന്നു. വളരെ നന്ദി ശ്രീ PS ലത്തീഫ് സാർ. ഒരു പുസ്തകത്തിൽ നിന്നും തുടങ്ങി രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ ഒരുപാട് മേഖലകളിലൂടെ സ്വന്തം ജീവിതത്തിലൂടെ മാത്രമല്ല കേരളത്തിൻ്റെ സർവീസ് സംഘടനകളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു കാലഘട്ടത്തിൽ തന്നെ വരച്ചു കാട്ടുന്ന ഒരു സംസാരമായിരുന്നു. ഇനിയും ഒരുപാട് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ നമുക്കുണ്ട്. മറ്റൊരവസരത്തിൽ വീണ്ടും ഇതുപോലെ ഇരിക്കാം എന്ന ഉറപ്പോടുകൂടി നന്ദി, ഒരുപാട് നന്ദി സർ. വളരെ വളരെ നന്ദി. ഇതെൻ്റെ ജീവിതത്തെ പലർക്കും അറിയാത്ത ഒരുപാട് ഏടുകളുണ്ട്. അത് ഇത്തരത്തിൽ ഒന്ന് തുറന്നു കാണിക്കാൻ ഞാൻ നിർബന്ധിതനായത് എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രീ ജിജീഷിൻ്റെ ആഴത്തിൽ പഠിച്ചതിന് ശേഷമുള്ള ചോദ്യങ്ങളിലൂടെയാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട ജിജീഷിനും ഈ സന്ദർഭത്തിൽ കൂട്ടായി തീർന്ന പ്രോത്സാഹനമായി നിന്ന സഹപ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു.